മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന തിരുവചനം, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കുന്നു. ദൈവസ്നേഹത്തെ സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും ദൈവവചനം പാലിക്കുവാൻ കടപ്പെട്ടവനാണ് എന്ന് ഇന്നത്തെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവവചനത്തെ സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം കടന്നു വരുന്നു, അവർ നമ്മോടൊപ്പം വസിക്കുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ്. ദൈവസ്നേഹത്തിൻ്റെ തീഷ്ണതയാൽ നിറയപ്പെടുന്ന ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിലേക്ക് ത്രിയേക ദൈവം കടന്നു വന്ന് വാസമുറപ്പിക്കുന്നതും ആ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നതും അവനിലൂടെ സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം മറ്റുള്ളവർക്ക് നൽകുന്നതും ആ ഒരു വചന സാന്നിധ്യം മനസ്സിലാക്കുന്നതിനും ഒക്കെ ഇന്നത്തെ വചനം നമ്മളെ സഹായിക്കുകയാണ്. ദൈവസ്നേഹത്തിൻ്റെ കൃപയാൽ വളരുന്ന ഓരോ വ്യക്തിയും തൻ്റെ അനുദിന ജീവിതത്തിൽ എപ്രകാരം ദൈവവചനത്തെ സ്വീകരിക്കുന്നുവെന്ന് എന്നവർ പറഞ്ഞു വയ്ക്കുകയാണ്. നമ്മുടെ ഓരോ ജീവിത പ്രശ്നങ്ങളിലും ജീവിത സാഹചര്യങ്ങളിലും വചനം നമ്മൾക്ക് വഴികാട്ടിയാണ്. പൗലോസ്ലീഹ എന്ന് പറയുന്നത് പോലെ നമ്മൾ മാംസരക്തങ്ങൾക്കെതിരെ അല്ല പടപൊരുതുക എന്നവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കുമെതിരെ പോരാടുമ്പോൾ വചനമാകുന്ന വാൾ ധരിക്കുക എന്ന് അവിടുന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. അതുതന്നെയാണ് ഇന്ന് സുവിശേഷത്തിലൂടെയും നമ്മൾ മനസ്സിലാക്കുക. ആദിയിലെ വചനമാകുന്ന ക്രിസ്തു നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുവാൻ ഇടവരുന്നത് ദൈവസ്നേഹത്തെ നമ്മൾ മുറുകെ പിടിക്കുമ്പോഴാണ്. ആ ദൈവവചനത്തിന് വേണ്ടി നമ്മൾ ഹൃദയം തുറന്നു കൊടുത്ത്